പലപ്പോഴും നമ്മുടെ ഫാമിലിയിലായാലും ഫ്രണ്ട്സിന്റെ ഇടയിലായാലും പല വാഗ്വാദങ്ങളും ഉണ്ടാകാറുണ്ട്. പലപ്പോഴും ഈ ഡിബേറ്റ്സുകളൊക്കെ നല്ലതാണ്. പല നല്ല റിയലൈസേഷനും ഹെൽപ്ഫുൾ ആവുന്നത് ഇത് തന്നെയാണ്. അപ്പൊ പലപ്പോഴും ഞാൻ എന്റെ അമ്മയുമായി അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സുമായി ഉണ്ടാകുന്ന പല തർക്കങ്ങളും എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ അമ്പലവും നേർച്ചയും അതുമായൊക്കെ ബന്ധപ്പെട്ട് പലപ്പോഴും ഞങ്ങൾ തമ്മിൽ വാഗ്വാദങ്ങൾ ഉണ്ടാവാറുണ്ട്. കാരണം അമ്മ ഇപ്പൊ പറയും ഇന്ന നേർച്ച കഴിക്കണം, ഇന്ന പൂജ ചെയ്യണം എന്നൊക്കെ പറയുമ്പോ ഞാൻ പറയും എനിക്കതില് എന്താണ്, ഞാൻ എന്റെ എഫേർട്ടിലാണ് വിശ്വസിക്കുന്നത്. എന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ ആഗ്രഹമാണ്. അതേപോലെ തന്നെ എന്റെ എഫേർട്ടാണ് എന്റെ ആരാധന എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ്, ഞാൻ അത് ഫോളോ ചെയ്യുന്നു. അപ്പൊ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുകയും സ്മാർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും മാക്സിമം എഫേർട്ട് എടുക്കുകയും ചെയ്യുമ്പോൾ ഞാൻ സക്സസ്ഫുൾ ആവും. അപ്പൊ അത് തന്നെയാണ് എന്റെ പ്രാർത്ഥനാ സാഫല്യം എന്ന് പറയുന്നത്. നേരെ മറിച്ച് അമ്മയ്ക്ക് അതൊരു കോൺഫിഡൻസ് നൽകുന്നു. ഇപ്പൊ അമ്പലത്തിൽ പോകുന്നു, പ്രാർത്ഥന ചെയ്യുന്നു, പൂജ ചെയ്യുന്നു, അപ്പൊ നമ്മുടെ മനസ്സിലൊരു കോൺഫിഡൻസ് വരുന്നു, ഇത് ഞാൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ആഗ്രഹിച്ച കാര്യം ഉറപ്പായും നടക്കും. അതൊരു കോൺഫിഡൻസ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എഫേർട്ടും എടുക്കേണ്ടി വരും. ആ എഫേർട്ടിന്റെ റിസൾട്ട് തന്നെയാണ് അൾട്ടിമേറ്റ് ആയിട്ട് ആ പ്രാർത്ഥനാ സാഫല്യം എന്ന് പറയുന്നത്. അതിപ്പോ അവർക്കൊരു കോൺഫിഡൻസ് നൽകുന്നുണ്ടെങ്കിൽ ഞാനത് തർക്കിച്ച് എതിർത്ത് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ സമാധാനത്തിന് വേണ്ടി അവരത് ചെയ്തോട്ടെ, അവർക്ക് സ്പേസ് കൊടുക്കുക. അതുപോലെ തന്നെ തിരിച്ചും ഇപ്പം ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എന്റെ വിശ്വാസങ്ങൾ, അപ്പൊ അത് ഞാൻ ഫോളോ ചെയ്യുക. അപ്പൊ എനിക്കതിനു വേണ്ട സ്പേസ് തരിക എന്നുള്ളതാണ്. പരസ്പരം സ്പേസ് കൊടുക്കുക, അവരവരുടെ മാർഗത്തിലൂടെ അവരവര് സഞ്ചരിക്കുക. അപ്പൊ പരസ്പരം റെസ്പെക്ട് ഉണ്ടാവും, സ്നേഹം ഉണ്ടാവും, സമാധാനം ഉണ്ടാവും. ഇത് തന്നെയല്ലേ അൾട്ടിമേറ്റ് ആയിട്ട് വേണ്ടത്.